അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തു അൽ വാഖിഅയിലെ 1 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ ആളുകൾ, അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർ മുള്ളുകൾ ഉരിയപ്പെട്ട ഇലന്ത മരങ്ങളുള്ള സ്വർഗത്തിലായിരിക്കും. അടുക്കുകളായി വാഴപ്പഴങ്ങളുള്ള തോപ്പുകളിലായിരിക്കും. നീണ്ട് വിശാലമാക്കപ്പെട്ട തണലുകളിലുമായിരിക്കും. ശേഷം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. വലതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ മറ്റൊന്നാണ് വമാഇൻ മസ്കൂബ്. മാ എന്ന് പറഞ്ഞാൽ വെള്ളം, മസ്കൂബ് എന്ന് പറഞ്ഞാൽ സക്കബ യസ്കൂബു സക്ബൻ. സക്കബ എന്ന് പറഞ്ഞാൽ പുഴയിലൂടെയോ നദിയിലൂടെയോ അല്ലാതെ ഒഴുകുന്ന വെള്ളത്തിനാണ് മാ ഉൻ മസ്കൂബ് എന്ന് പറയുന്നത്. യജ്രി ഫി ഗൈരി ഉഖ്ദൂദിൻ,
കിടങ്ങിലൂടെ അല്ലാതെ ഒഴുകുന്നത്, അഥവാ വെള്ളച്ചാട്ടങ്ങളാണ് ഉദ്ദേശം. പാറയിലൂടെയും മറ്റുമൊക്കെ ഒലിച്ചിറങ്ങുന്ന, അതായത് ഗൈർ ഉഹ്ദൂദ്. ഉഹ്ദൂദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുഴയും മറ്റു ചെടികളുമൊക്കെ അത് സഞ്ചരിക്കുന്നത് ഒരു കിടങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് വെള്ളം വറ്റിയാൽ ഒരു കിടങ്ങ് പോലെയാണ് കാണുന്നത്. അതിലൂടെയാണ് പുഴയും അരുവികളുമൊക്കെ ഒഴുകുന്നത്. എന്നാൽ അതല്ലാതെ ഒഴുകുന്ന വെള്ളത്തിനാണ് വെള്ളച്ചാട്ടങ്ങൾ പോലെയുള്ള അവസ്ഥക്കാണ് മാ ഉൻ മസ്കൂബ് എന്ന് പറയുന്നത്. സക്കബ യസ്കുബ്, സക്കബൻ എന്ന് പറഞ്ഞാൽ ഇൻസബ്ബ വസാല, കുത്തിച്ചാടുക. അപ്പോൾ വലിയ ഉയരത്തു നിന്നൊക്കെ വെള്ളം ചാടുന്ന കാഴ്ച മനുഷ്യന് വലിയ ഇഷ്ടമാണ്. മനുഷ്യന് വളരെ സന്തോഷം നൽകുന്നതാണ് ഉയർന്ന വെള്ളച്ചാട്ടങ്ങൾ. അതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ സ്വർഗലോകത്ത്. അതാണ് മാ ഉൻ മസ്കൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് സ്വർഗത്തിൻ്റെ പ്രതലങ്ങളിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. ഉഹ്ദൂദില്ലാതെയായിരിക്കും സ്വർഗത്തിലെ നെഹ്റുകൾ, സ്വർഗത്തിലെ പുഴകൾ, സ്വർഗത്തിലെ അരുവികൾ കിടങ്ങിലൂടെയല്ല ഒഴുകുന്നത്, അതിൻ്റെ മേലക്കൂടെയാണ് എന്ന് ചില റിവായത്തുകളിൽ, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ആലം. പിന്നെയുള്ളത് വഫാക്കിഹത്തിൻ കസീറ, ധാരാളം പഴങ്ങളുണ്ടാകും. ഫാക്കിഹ, ഫവാക്കിഹ, പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ ഉണ്ടാകും. അത് കസീറത്തിൻ, ധാരാളമുണ്ടാകും. ലാ മഖ്തൂഅ, അത് മുറിഞ്ഞു പോവുകയില്ല. ഖതഅ യഖ്തഉ ഖത്അൻ, ഖതഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സീസണിൽ മാത്രം കിട്ടുന്നതല്ല എന്നർത്ഥം. ദുനിയാവിലെ പഴവർഗ്ഗങ്ങൾ ചില പ്രത്യേക സീസണിലാണ് ഉണ്ടാവുന്നത്. ചിലത് ചില വർഷമുണ്ടാകും, വേറെ തൊട്ടടുത്ത വർഷമുണ്ടാവില്ല. ചില മാസങ്ങളിലുണ്ടാകും, മറ്റു ചില മാസങ്ങളിലുണ്ടാവില്ല. എന്നാൽ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ലാ മഖ്തൂഅത്തിൻ, അത് മുറിഞ്ഞു പോവില്ല, എപ്പോഴും അവൈലബിളാണ്. ചില ഹദീസുകളിൽ വന്നതുപോലെ അതിൽ നിന്ന് ഒരു പഴം പറിച്ചെടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് അവിടെ സ്ഥാപിക്കപ്പെടും, അപ്പോൾ തന്നെ ഉണ്ടായി വരും. ദുനിയാവിലുള്ളതാണെങ്കിൽ ഒരു പഴം പറിച്ചെടുത്താൽ പിന്നെ അതവിടെ അടുത്ത സീസണിലാണ് ഉണ്ടാവുന്നത്, അവിടെ പിന്നെ ആ പഴം ഉണ്ടാവുന്നില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, മുറിഞ്ഞു പോവാതെ നമ്മൾ പറിച്ചെടുക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ലാ മഖ്തൂഅ, അത് മുറിയപ്പെടുകയില്ല. വല മംനൂഅ, അത് തടയപ്പെടുകയുമില്ല. മനഅ യംനഉ മൻഅൻ, മംനൂ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടത്. വല മംനൂഅ, അത് തടയപ്പെടുന്നതല്ല. എന്താണ് തടയപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ, മുള്ളുകൾ കൊണ്ടോ മറ്റോ നിങ്ങൾക്ക് പറിക്കാൻ പറ്റാതെ ഒരു തടസ്സം അവിടെ ഉണ്ടാവില്ല. ഒന്ന്, ചില പഴങ്ങൾ പറിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിലെ മുള്ളുകളും പ്രശ്നങ്ങളും, അതവിടെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ദുനിയാവിൽ ഉയരം കൊണ്ട് പറിക്കാൻ പറ്റാതെ പോവില്ല. ദുനിയാവിൽ ചിലപ്പോൾ നല്ല ഉയരത്തിലാണ് ഒരു ചക്ക, പറിക്കാൻ പറ്റാതെ അവസാനം അത് നിലത്ത് വീണ് അല്ലെങ്കിൽ കാക്കകളോ പക്ഷികളോ ഒക്കെ കൊത്തി അത് നഷ്ടത്തിലാകും. എന്നാൽ സ്വർഗത്തിൽ ഉയരം കൊണ്ട് തടയപ്പെടില്ല. ഖുതൂഫുഹ ദാനിയ, അതിലത്തെ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു വരും, അപ്പോൾ അങ്ങനെ തടയപ്പെടില്ല. അതേപോലെ തന്നെ മുള്ളുകൾ കൊണ്ടോ മറ്റോ തടയപ്പെടില്ല, വിലക്കുകൾ കൊണ്ടും തടയപ്പെടില്ല. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ വലാ തഖറബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് അന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം സ്വർഗം അനന്തരമെടുക്കുമ്പോൾ അവിടെ ലാ മംനൂഅ, ഒരു വൃക്ഷവും അവിടെ മംനൂ അല്ല, എല്ലാം അവൈലബിളാണ്, എല്ലാം ഉപയോഗിക്കാം, ഹറാമല്ല, തടസ്സങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, നിന്നു പോവുകയുമില്ല. അതാണ് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. വഫുറുഷിൻ,
അതേപോലെ തന്നെ അവിടെ വിരിപ്പുകളുണ്ടാകും. ഫിറാഷിൻ്റെ ജംആണ് ഫുറുഷ്. ഇരിപ്പിടം, കിടക്കുന്നത്, സോഫ, ഇതിനൊക്കെ ഫിറാഷ് എന്ന് പറയും. സോഫക്ക് പറയും, കട്ടിലിലെ വിരിപ്പുകൾക്ക് പറയും, ബെഡിന് പറയും. അപ്പോൾ വഫുറുഷിൻ മർഫൂഅത്തിൻ, ഉയർത്തപ്പെട്ടത്. യഥാർത്ഥത്തിൽ മർഫൂഅ എന്ന് പറഞ്ഞാൽ റഫഅ യർഫഉ റഫഅൻ, ഉയർത്തപ്പെട്ടത്. മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഉയർത്തപ്പെട്ട വിരിപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ക്വാളിറ്റിയിൽ ഉന്നതമായത്. സൂറത്തു റഹ്മാനിൽ പറഞ്ഞതുപോലെ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് എന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് പോലും കട്ടിയുള്ള പട്ടുവസ്ത്രം കൊണ്ടാണ്. സാധാരണ എല്ലാവരും സോഫൻ്റെ മേലെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കലാണ്. അതത്ര ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ സ്വർഗത്തിൽ തട്ടിപ്പുകളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ചതുപോലും പട്ടുവസ്ത്രമാണ്. അതേപോലെ തന്നെ സ്വർണ്ണനൂലുകൾ കൊണ്ടും മറ്റും മെടയപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ക്വാളിറ്റി. മർഫൂഅ, ഉയർന്ന നിലവാരത്തിലുള്ള വിരിപ്പുകളുണ്ടാകും. അതോടൊപ്പം അതിൻ്റെ ഘടന ഒന്നിൻ്റെ മേലെ ഒന്നായി, അങ്ങനെയാണ് അത് സംവിധാനം എന്നാണ്. ഗാലറികളിലൊക്കെ സീറ്റ് ഒരുക്കിയതുപോലെ ആയിരിക്കും, ഒന്നിൻ്റെ മേലെ ഒന്നായി. ചില റിവായത്തുകളിൽ ചില സ്വഹാബികളും മറ്റും പറയുന്നത് ആ വിരിപ്പിൻ്റെ ഉയരം കാരണത്താൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ നോക്കേണ്ടി വരും, അത്രയും ഹൈറ്റിലായിരിക്കും. അത് സ്വഹിയായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. സ്വർഗത്തിൽ ചിലരുടെ ദർജകൾ വേറെ ചിലരേക്കാൾ ഉയർന്നതായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസ് ഏറ്റവും മേലെയാണ്. താഴെയുള്ള സ്വർഗമുണ്ട്, അത് അമലുകൾക്കനുസരിച്ചാണ്. അപ്പോൾ താഴെയുള്ളവർ മേലുള്ളവരെ നോക്കുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ ആയിരിക്കും, അത്രയും ഉയരത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ മിനിമം ചോദിക്കരുത്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാണ്. ചില ആളുകൾ പറയൂ, അല്ലാ അവിടെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അത് സ്വർഗത്തിൽ കടക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറിച്ച് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ദർജയിലെത്താനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ അതാണ് വഫുറുഷിൻ മർഫൂഅ, അങ്ങേയറ്റം ഉയർന്ന വിധാനത്തിൽ വിധാനിക്കപ്പെട്ടതും ക്വാളിറ്റിയിൽ ഉയർന്നതുമായ വിരിപ്പുകൾ, ചാരു കസേരകൾ, ചാരു കട്ടിലുകൾ അവർക്കവിടെ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നു, ഇന്ന, നിശ്ചയമായും നാം, അൻശഅനാഹുന്ന, ആ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അൻഷ അയുൻഷിഉ ഇൻഷാഅൻ. അൻഷ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചുണ്ടാക്കുക, നിർമ്മിച്ചുണ്ടാക്കുന്നതിനാണ് അൻഷ എന്ന് പറയുന്നത്. യുൻഷിഉ ഇൻഷാഅൻ. ഇന്ന അൻഷഅനാഹുന്ന ഇൻഷാഅ. നാം സ്വർഗത്തിലെ അസ്ഹാബുൽ യമീനിനുള്ള സ്ത്രീകളെ ഒരു പ്രത്യേകതരം സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഭംഗിയും മറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന അൻഷഅനാഹുന്ന ഇൻഷാ. ഫജഅൽനാഹുന്ന, അവരെ നാം ആക്കിയിരിക്കുന്നു. ജഅല യജഅലു ജഅലൻ, ആക്കുക. ഫജഅൽനാഹുന്ന, അവരെ നാം ആക്കിയിരിക്കുന്നു. അബ്കാറൻ, കന്യകകളാക്കിയിരിക്കുന്നു. ബിക്ർ എന്ന് പറഞ്ഞാൽ കന്യക എന്ന് പറഞ്ഞാൽ വിവാഹം കഴിയാത്ത അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത അവസ്ഥക്കാണ് ബിക്ർ എന്ന് പറയും. അവളുമായി ആരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ആ അവസ്ഥക്കാണ് ബിക്ർ എന്ന് പറയുന്നത്. അതിൻ്റെ ജംആണ് അബ്കാർ. സ്വർഗത്തിലെ സ്ത്രീകൾ കന്യകകളായിരിക്കും. അവരുമായി ഇണചേർന്നാൽ പോലും പഴയ അവസ്ഥയിലേക്ക് അള്ളാഹു മടക്കുന്നതാണ്. ഓരോ തവണയും പഴയ അവസ്ഥയിലേക്ക് മടക്കും. അതാണ് ഫജഅൽനാഹുന്ന അബ്കാറൻ, അവരെ അള്ളാഹു സുബ്ഹാനഹു തആല കന്യകകളാക്കിയിരിക്കുന്നു, ബിക്റുകളാണ്. ആ ഒരവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറുബൻ, അവർ അറൂബുകളായിരിക്കും. അറൂബിൻ്റെ ജംആണ് ഉറുബ്.
എന്താണ് അറൂബ് എന്ന് പറഞ്ഞാൽ? അൽ മർഅത്തുൽ മുതഹബ്ബിബ ഇലാ സൗജിഹാ, ഭർത്താവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ളവൾ എന്നാണ്. കഠിനമായി ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ എന്നാണ്. സ്വർഗത്തിലെ സ്ത്രീകളുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ ഇണകളില്ല. സ്വർഗത്തിലെ സ്ത്രീകൾക്ക് അതിന് കഴിയില്ല. അവർക്കൊരൊറ്റ ഇണ, ആ ഇണയോടുള്ള അവരുടെ ആത്മാവ് മുഴുവൻ അവരിൽ സമർപ്പിച്ചിരിക്കുന്ന. ഉറബ് എന്ന വേർഡിൻ്റെ അർത്ഥം അതാണ്. മാത്രമല്ല ഉലമാക്കൾ പറഞ്ഞു, ഉറബ് എന്ന് പറഞ്ഞാൽ ആധുനിക സ്ത്രീകളിൽ മഹാഭൂരിപക്ഷത്തിനും നഷ്ടപ്പെട്ടു പോയതും പൂർവിക സ്ത്രീകളിൽ കണ്ടിരുന്നതുമായ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അറൂബ് എന്ന് പറഞ്ഞാൽ. അഥവാ ഭർത്താവ് എന്നത് ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ. അവിടെ അറൂബ് എന്നതിൻ്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, നോട്ടം, പെരുമാറ്റം, സ്വഭാവം, കളിയിലൊക്കെ കൊഞ്ചിയും കുഴഞ്ഞും ഭർത്താവിനോട് അങ്ങേയറ്റം വാത്സല്യം കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീകൾ. അവർക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്ഥാനമായിരിക്കുന്നു. അവരോട് സംസാരിക്കുന്നതിൽ, അവരെ നോക്കുന്നതിൽ, അവർക്ക് മറുപടി പറയുന്നതിൽ, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിലൊക്കെ വല്ലാത്തൊരനുഭൂതി കണ്ടെത്തുന്നവരാണവർ. അതാണ് അവരുടെ ജീവിതത്തിലെ വികാരം എന്ന് പറയുന്നത് ഭർത്താവാണ്. അവരുടെ എല്ലാ ചിന്തയും ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ, ഇതിനാണ് ഉറുബ് എന്ന് പറയുക. അതാണ് അങ്ങേയറ്റം ഭർത്താവിനോട് സ്നേഹം കാണിക്കുകയും അത് മുഖത്ത് പ്രകടിപ്പിച്ച് ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവർ. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഉറൂബുകളായ സ്ത്രീയെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് തന്നെ ഭർത്താവിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന രൂപത്തിൽ അവൾ പെരുമാറുന്ന. അവളെ കണ്ടാൽ മതി, അവളെ നോക്കിയാൽ മതി, പിന്നെ അവളുടെ അടുത്തേക്ക് അയാൾക്ക് പോകാൻ തോന്നും. അങ്ങനെയുള്ള സ്ത്രീകളാണത്. ഉറൂബൻ, അറൂബുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, ഭൂമിയിൽ വെച്ചൊരു സ്ത്രീ അവളുടെ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു കരുതി വെച്ച സ്ത്രീകൾ പറയുമത്രേ, നിങ്ങൾ ഞങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കരുത്, ഞങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളത്, ഞങ്ങൾക്ക് സ്നേഹം കൊടുക്കാനുള്ളവരാണ്, നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയും. ഹുക്കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അറൂബുകളായിരിക്കും അവർ. അതാണ് ഉറൂബൻ. അത്രാബൻ, അത്രാബ് എന്ന് പറഞ്ഞാൽ യാനി അന്നഹുന്ന മുസ്തവിയാത്തുൻ അലാ സിന്നിൻ വാഹിദത്തിൻ വാഹിദത്തുഹുന്ന തിർബുൻ. തിർബിൻ്റെ ജംആണ് അത്രാബ്. തിർബുൻ, അത്രാബ്, സമപ്രായക്കാരാണ്. അതായത് ഫി സിന്നിൻ വാഹിദ, സമപ്രായമാണ്. അതായത് പുരുഷൻ്റെ അതേ പ്രായമാണ് സ്ത്രീക്കും. ഏതാണ് ആ പ്രായമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, 33 വയസ്സായിരിക്കും. സലാസുൻ വസലാസിൻ, 33 വയസ്സ്. ചില റിവായത്തിൽ 30 എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പ്രബലമായ റിവായത്ത് 33. പുരുഷനും സ്ത്രീക്കും 33 വയസ്സായിരിക്കും. ആ യുവത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രായമാണത് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. അപ്പോൾ അവർ സമപ്രായക്കാരായിരിക്കും, ഭർത്താവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ അവർ ബിക്റുകളായിരിക്കും, കന്യകളായിരിക്കും. അവരൊരു പ്രത്യേക സൃഷ്ടിപ്പ് അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറയും. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനറിയാവുന്ന അല്ലാഹു സ്വർഗത്തെ സംബന്ധിച്ച് നമ്മെ മോഹിപ്പിക്കുകയാണ്, തർഗീബ് തരാണ്. അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവരുന്ന ഒരു റിവായത്ത്, ആ റിവായത്ത് സഹീഹാണ്. മറ്റു മുഹദ്ദിസുകൾ അവരുടെ ഹദീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കാണുന്നത്, അത്തത്ത് അജൂസുൻ, നബിയുടെ അടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യുദ്ഖിലനിയൽ ജന്ന. അള്ളാഹുവിനോട്
എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ, ഓ ഇന്നാളുടെ ഉമ്മ, ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസുൻ, സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കൂല, സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയത്ത് ആളുകളെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, എന്നാൽ സത്യം പറഞ്ഞുകൊണ്ട് തമാശ പറയും. തമാശയിൽ കളവ് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സത്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചിലപ്പോൾ അത്തരത്തിലുള്ള നിർദോഷകരമായ തമാശകൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കുകയില്ല. ഖാല ഫവല്ലത് തബ്കി, കരഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറുഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയണം, പോയി പറയും, അന്നഹാ ലാ തദ്ഖുലുഹാ വഹിയ അജൂസുൻ, വൃദ്ധയായി കൊണ്ടുപോകൂല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയൂ. ഇന്നല്ലാഹ തആല യഖൂൽ, കാരണം അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ, അവർ കന്യകകളായിരിക്കും, വൃദ്ധയായിരിക്കില്ല, 33 വയസ്സായിരിക്കും. സന്തോഷിപ്പിച്ചതാണ്. കാരണം സ്ത്രീകൾക്ക് പ്രായം കുറഞ്ഞു എന്ന് പറയുന്നത് ഒരിഷ്ടമാണ്. വൃദ്ധ എന്ന് പറയും, പ്രായം കുറഞ്ഞു, അവിടെ ആ ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. കന്യകയായിരിക്കും, അപ്പോൾ കൂടുതൽ ഹാപ്പിയായിരുന്നു, കൂടുതൽ സന്തോഷവതിയാവും. അതാണ് ഫജഅൽനാഹുന്ന അബ്കാറ. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ പറയുന്നത്, സ്വർഗീയ സ്ത്രീകളിൽ പറയപ്പെട്ട ഈ അബ്കാറുകൾ ഭൂമിയിലുള്ള അവരുടെ ഭാര്യമാരാണ്. അതുകൊണ്ടാണ് ആ സ്ത്രീയോട് നിങ്ങളെ അബ്കാറാക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ അബ്കാർ ദുനിയാവിൽ തന്നെയുള്ള സ്ത്രീകളെ അള്ളാഹു മാറ്റിമറയ്ക്കുന്നതാണ്. അതാണ് ഇന്ന അൻശഅനാഹുന്ന ഇൻഷാ, ഇവിടെ കണ്ടതുമല്ല അവിടെ എന്നാണ്. അപ്പോൾ ഹൂറുല്ലീങ്ങളുമുണ്ട്, ഇവരുമുണ്ട്. ഇതിലാർക്കാണ് കൂടുതൽ സൗന്ദര്യം? പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ഉലമാക്കൾ പറയുന്നത് ഭൂമിയിലുള്ള സ്ത്രീകൾക്കായിരിക്കും സ്വർഗത്തിൽ സൗന്ദര്യം കൂടുതൽ. അവർ സ്വർഗത്തിലാണെങ്കിൽ അവർക്കാണ് കൂടുതൽ സൗന്ദര്യം. അതിനു പുറമെ ഹൂറുല്ലീങ്ങളും. സാബിഖീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഹൂറുല്ലീങ്ങൾ എന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെയും പറഞ്ഞു, അസ്ഹാബുൽ യമീൻ. അപ്പോൾ അസ്ഹാബുൽ യമീനിന് ഭൂമിയിലുള്ള ഇണകൾ, സാബിഖീങ്ങൾക്ക് ഹൂറുല്ലീങ്ങൾ എന്ന് ചിലർ മനസ്സിലാക്കി. എന്നാൽ അങ്ങനെയല്ല, രണ്ടു കൂട്ടർക്കും മിനിമം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് മിനിമം ഹൂറുല്ലീങ്ങളിൽ നിന്ന് 2 ആളുണ്ടാവുന്നതാണ് മിനിമം. മാക്സിമം ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ചുണ്ടാകും. ഒരാൾ ഷഹീദായാൽ 70ഓളം ഹൂറുല്ലീങ്ങളെ അപ്പോൾ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന, ഇണയാക്കി കൊടുക്കും. മരിക്കുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചിട്ടാണ് മരിപ്പിക്കുന്നതെന്നാണ് ഷഹീദുകളെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞിട്ട് അസ്ഹാബുൽ യമീനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാണ്, ലി അസ്ഹാബിൽ യമീൻ, ഇത് വലതുപക്ഷത്തിൻ്റെ ആളുകൾക്കുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൽ പെടാൻ വേണ്ടി ശ്രമിക്കാനാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് വലിയ ഒരു സംഘം ജമാഅത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തിൽ നിന്ന് വലിയൊരു സംഘമുണ്ടാകും. വസുല്ലത്തും മിനൽ ആഖിരീൻ, ആഖിരീങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിൽക്കാലഘട്ടക്കാരിൽ നിന്നും അതേപോലെ ഒരു ജമാഅത്തുണ്ടാകുന്നു. സാബിഖീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ, ആഖിരീങ്ങളിൽ നിന്ന് ഖലീൽ എന്ന് പറഞ്ഞ്. എന്നാൽ ഇവിടെ പറഞ്ഞപ്പോൾ സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ എന്ന ആയത്ത് ഓതിയപ്പോൾ സ്വഹാബികൾക്ക് ഭയങ്കരമായ പ്രയാസമുണ്ടായി, സങ്കടമായി. കാരണം നമ്മളിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, നമ്മൾ ആഖിരീങ്ങളാണല്ലോ, നമ്മളിൽ നിന്ന് കുറച്ചാണ് ഉണ്ടാവുക എന്ന് അവർക്ക് സങ്കടമുണ്ടായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ 1/4 നിങ്ങളാവുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? 1/4 അവർക്ക് സന്തോഷമായി. 1/4 അത്യാവശ്യമുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 4/2. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ സ്വർഗത്തിൽ പകുതിയും ഈ ഉമ്മത്തിൽ നിന്നാണ്. ബാക്കി ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള എല്ലാവരും കൂടി പകുതിയാണ്. ബാക്കി സ്വർഗത്തിലെ പകുതി ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നാണ്. വളരെയധികം സന്തോഷമായി. അതാണ് സുല്ലത്തു മിനൽ അവ്വലീൻ വസുല്ലത്തു മിനൽ ആഖിരീൻ. പകുതിയാണ്. അതിൽ നബിയുടെ ഉമ്മത്തിൽ നിന്ന് മാത്രം പകുതി. അപ്പോൾ എത്ര ആളുകൾ വിശ്വാസികളുണ്ടാകും? അൽഹംദുലില്ലാ. കരുതി വെക്കേണ്ടത് തൗഹീദ് മാത്രമാണ്. തൗഹീദിൽ വീഴ്ചയില്ലാതിരിക്കും. എന്നാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്ത് പോവും, ഒരു സംശയവും വേണ്ട. മറ്റു തെറ്റുകൾ ചെയ്താലും ചിലർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, ചിലരെ അള്ളാഹു ശിക്ഷിക്കും. പക്ഷെ സ്വർഗ്ഗം ഉറപ്പാണ്. പക്ഷെ തൗഹീദിൽ അണുകിട തെറ്റിയാൽ നരകത്തിൽ നിത്യവാസികളാണ്. അതുകൊണ്ട് ഈമാൻ കരുതി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സാബിഖീങ്ങളിൽ അതേപോലെ തന്നെ അസ്ഹാബുൽ യമീനിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ അസ്ഹാബു ഷിമാൽ. ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം. അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷം. മാ അസ്ഹാബു ഷിമാൽ, ആരാണ് ഈ ഇടതുപക്ഷം? എന്താണ് അവരുടെ പ്രശ്നം? മൻഹും വമാദാലഹും. മൻ ഹും, ആരാണവർ? വമാദാലഹും, അവർക്കെന്താണ്? അതാണ് മാ അസ്ഹാബു ഷിമാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ സുഖാനുഗ്രഹങ്ങളൊക്കെ നിങ്ങളൊരു ഭാഗത്ത് സങ്കല്പിക്കുക. പക്ഷേ ഇവരെക്കുറിച്ച് പറയുന്നത് മഅദല്ലാഹ്, അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫീ സമൂമിൻ വഹമീം. സമൂം എന്ന് പറഞ്ഞാൽ അർരീഹുൽ ഹാറ, അങ്ങേയറ്റം ചൂടുള്ള കാറ്റിനാണ് സമൂം എന്ന് പറയുന്നത്, ചുടുകാറ്റ്. ഹമീം എന്ന് പറഞ്ഞാലോ അൽ മാ ഉൽ ഹാറ, അങ്ങേയറ്റം ചൂടുള്ള വെള്ളം. അപ്പോൾ അങ്ങേയറ്റം ചൂടുള്ള കാറ്റും അങ്ങേയറ്റം ചൂടുള്ള വെള്ളവും ഉള്ള നരകത്തിലായിരിക്കും അവർ ഉണ്ടാവുക. നരകത്തിൻ്റെ ചുടുകാറ്റെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വേനൽക്കാലത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂട്, നരകത്തിൻ്റെ ഒരു ശ്വാസം അള്ളാഹുവിനോട് അനുവാദം ചോദിക്കണം. അതിൻ്റെ ചൂട് തിങ്ങിയിട്ട് നരകം പൊട്ടി കീറുമെന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ഒരു ശ്വാസം പുറത്തേക്ക് വിടാൻ നരകം അള്ളാഹുവിനോട് പെർമിഷൻ ചോദിക്കുന്ന, ആ പെർമിഷൻ കൊടുക്കുമ്പോൾ ആ ചൂട് പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒരംശമാണ് ഭൂമിയിൽ ആ ഫീൽ ചെയ്യുന്നത്. എവിടെയാണ് നരകം കിടക്കുന്നത് എന്ന് നമുക്കറിയില്ല. അത് ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൾറെഡി നരകമുണ്ട്. നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സബാനിയത്തിൻ്റെ മലക്കുകളുടെ കൂടെ നരകം എല്ലാ ദിവസവും കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതിൻ്റെ അടിയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടുണ്ട്. ആ മലക്ക് റസൂൽ ചോദിച്ചു, ആരാണ് ഈ വിറക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു, ഇത് മാലിക്കാണ്, നരകത്തിൻ്റെ കാവൽക്കാരൻ. അപ്പോൾ അതിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ അത് പൊട്ടി പിളരാനാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ കാറ്റിനൊന്ന് പുറത്തു വിടും. അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നെങ്കിൽ നരകത്തിൽ ആ കാറ്റിൻ്റെ ചൂട് എങ്ങനെ ഫീൽ ചെയ്യണം? അതാണ് ഈ സമൂം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഒരു ദിവസം നരകത്തിൽ നിന്ന് രക്ഷ തേടണം. അപ്പം നരകം നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്, പടച്ചോനെ ഇയാളെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ. ഏറ്റവും ചുരുങ്ങിയത് 3 തവണ സ്വർഗം ചോദിക്കണം ഒരു ദിവസം. 7 തവണയാണെങ്കിൽ കൂടുതൽ ഖൈർ. അപ്പോൾ സ്വർഗം പറയും, അല്ലാഹുവേ ഈ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വഖ്ത് നമസ്കാരത്തിൽ തശഹുദിൽ, അവസാന തശഹുദിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് ദുആ ചെയ്തിരുന്നു. ചില ഹദീസിൻ്റെ റിവായത്ത് പ്രകാരം
നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ പറഞ്ഞത് ഇത് വാജിബാണെന്നാണ്. വാജിബാണ്. എല്ലാ നിസ്കാരത്തിലും, നിർബന്ധ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ എന്ന ദുആ ചൊല്ലൽ വാജിബാണ്. മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം എന്നർത്ഥം. ആ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അത് വാജിബാണെങ്കിൽ മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. അത്രക്ക് പ്രാധാന്യമുള്ള ദുആണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ. കാരണം സമൂമാണൊന്ന്, മറ്റൊന്ന് ഹമീമാണ്, ചൂടുവെള്ളം. തൊണ്ടയെ നിറക്കാൻ പറ്റൂല, പക്ഷെ ദാഹം കൊണ്ട് ഇറക്കിപ്പോകും. ഇറക്കിയാൽ കുടൽ മുഴുവൻ കരിഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്രക്ക് ചൂടാണ്. നരകത്തിന് രണ്ടവസ്ഥ ഉണ്ട്. ഭയങ്കരമായ തണുപ്പുണ്ട്. നരകത്തിന് ഭയങ്കരമായ തണുപ്പുള്ള ഒരവസ്ഥ ഉണ്ട്. അതൊരു ഭാഗം, ഒരു പാർട്ട്. മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ആ തണുപ്പിലാകുമ്പോൾ കുറച്ച് ചൂട് കൊള്ളണമെന്ന് തോന്നും. അപ്പോൾ അള്ളാഹു ചൂടുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ വിചാരിക്കും തണുപ്പ് വേണം, ഇങ്ങോട്ടുണ്ടോ? അങ്ങനെ യൗമയുസ്ഹബൂന ഫിന്നാരി ആലാ വുജൂഹിം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചേക്കപ്പെടുന്ന. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. ലാ യമൂതു ഫീഹ വലാ യഹ്യ, മരിക്കുന്നില്ല, ജീവിക്കുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം, വളില്ലിൻ മിൻ യഹ്മൂം. അൽ യഹ്മൂം അദ്ദുഖാനുൽ അസ്വദുൽ ഹാർ, നല്ല ചൂടുള്ള കറുത്ത പുകയാണ് യഹ്മൂം എന്ന് പറഞ്ഞാൽ. യഹ്മൂം എന്ന് പറഞ്ഞാൽ ദുഖാൻ, കറുത്ത പുകയുടെ തണൽ കൊടുക്കുന്ന. സലാസി ശുഅബ്, അതിന് 3 ശാഖകളുണ്ടാകുന്ന. ഫിളില്ലിൻ ദി സലാസി ശുഅബ് ലാ ളലീലിൻ വലാ യുഗ്നി മിനല്ലാഹ് ഇന്നഹാ തർബി ബിശർറിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ തണലിൻ്റെ പ്രത്യേകത ചൂടിൽ നിന്നൊരാശ്വാസവും തരൂല. ഒട്ടകത്തിൻ്റെ വലിയ ചുവന്ന ഒട്ടകങ്ങൾ പോലെയുള്ള തീപ്പൊരി പറത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല നരകത്തിൻ്റെ ചൂട് കിട്ടുമ്പോൾ ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ ഒരു തണൽ കൊടുക്കും. പക്ഷെ ആ തണൽ എന്താണ്? മേഘത്തിൻ്റെ തണലാന്ന് തോന്നും, പക്ഷേ അത് യഹ്മൂമാണ്. ഭയങ്കരമായ ചൂടാണ് അതിന് എന്നാണ്. എവിടെയും ഒരാശ്വാസം കാണൂല. തണുപ്പിൽ ആശ്വാസമില്ല, ചൂടിൽ ആശ്വാസമില്ല, തണലിൽ ആശ്വാസമില്ല. അതാണ് നരകം. നിഷേധിച്ച് തള്ളിയവർക്ക് നാശമെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വളില്ലിൻ മിൻ യഹ്മൂം, യഹ്മൂമിൻ്റെ തണലവർക്ക് അവിടെ ഉണ്ടാവും. അതാകട്ടെ ചൂടുള്ള കറുത്ത പുകക്കാണ് യഹ്മൂം എന്ന് പറയുന്നത്. ലാ ബാരിദിൻ, ഒരു തണുപ്പുണ്ടാവില്ല. തണലിന് തണുപ്പാണ്. നമ്മൾ വെയിലത്ത് നടന്നൊരു മരത്തിൻ്റെ ചോട്ടിലേക്ക് നിന്നാൽ എന്തോ ഒരാശ്വാസമാണ്. അള്ളാഹു പറയാണ് ലാ ബാരിദീൻ, ഒരു തണുപ്പും പ്രതീക്ഷിക്കേണ്ട. വലാ കരീമിൻ, ഒരു അനുഗ്രഹവും പ്രതീക്ഷിക്കേണ്ട. അറബികൾ ലാ കരീം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തതിനാണ്. കരീം എന്ന് പറഞ്ഞാൽ സുഖം നൽകുന്നത്. ലാ കരീം എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്തത്. ലാ ബാരിദിൻ, തണുപ്പില്ല. വലാ കരീം, ഒരു സുഖവും ഒരാശ്വാസവും നൽകാത്ത യഹ്മൂമിൻ്റെ തണലാണ് അവർക്ക് നൽകപ്പെടുന്നത്. എന്തുകൊണ്ടാണത് നൽകപ്പെട്ടത്? ഇത് മാലഹും, അതാണ് പറഞ്ഞത്. അസ്ഹാബു ശിമാലിന് എന്താ ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി മൻഹും, ആരായിരുന്നു അവർ, എന്താണ് അവരുടെ പ്രശ്നം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക്, നിശ്ചയം അവർ ഇതിനു മുമ്പായിരുന്നു മുത്തറഫീൻ, സുഖമെടുക്കുന്നവരായിരുന്നു. അത്തറഫ യുത്രിഫു ഇത്റാഫൻ, അത്രഫ സുഖമെടുക്കുക, സുഖലോലുപന്മാരായി ജീവിക്കുക, ഹറാമും ഹലാലും ഒന്നും നോക്കാതെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവനാണ് മുത്തറഫ് എന്ന് പറയുന്നത്. മുത്തരിഫ് എന്നും പറയും, മുത്തറഫ് എന്നും പറയും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്തറഫീൻ, ഐ റജുലുൻ മുത്തറഫ് എന്ന് പറഞ്ഞാൽ ഗനിയുൻ മൻ യഈഷു ഫീ ബുഹ്ബൂഹത്തി ഐഷ്. എന്താണ് ആ ലൈഫിന് എന്തോ ഒരു പേര് ഇംഗ്ലീഷിൽ പറയല്ലോ, വലിയ
നല്ല മുന്തിയ കാറും വീടും സൗകര്യങ്ങളും സ്റ്റൈലും അങ്ങനെയുള്ള ജീവിതം. എന്താ പോർഷെ അങ്ങനെന്താ അങ്ങനെയുള്ള ജീവിതത്തിനാണ് പറയുന്നത്. അടിച്ചു പൊളിക്കുക, എല്ലാത്തിലും അടിച്ചു പൊളി. ഹറാമില്ല, ഹലാലില്ല, വാജിബില്ല, ഒന്നും നോക്കാതെ. ദീനില്ല, കിതാബില്ല, നബിയില്ല, സുന്നത്തില്ല, തൗഹീദില്ല. അതായിരുന്നു പ്രശ്നം. ഇന്നഹും കാനു ഖബ്ല ദാലിക മുത്രഫിൻ വകാനു, അവരായിരുന്നു യുസിറൂന, അസറ യുസിറു ഇസ്റാറൻ, ഉറച്ചു നിന്നു. എന്തിൽ? അലൽ ഹിൻസിൽ അളീം. ഹിൻസ് എന്ന് പറഞ്ഞാൽ പാപം. ഹനിസ യഹ്നസു ഹിൻസൻ. ഹനിസ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക. യഹ്നസു ഹിൻസൻ. ഹിൻസ് എന്ന് പറഞ്ഞാൽ പാപം. ഹിൻസുൽ അളീം, വലിയ പാപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഷിർക്ക്, കുഫ്ർ, വ്യഭിചാരം, അങ്ങനെ തുടങ്ങി വൻപാപങ്ങളായി പറയപ്പെട്ടിട്ടുള്ള തിന്മകളിലായിരുന്നു അവർ. വക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം, വലിയ വലിയ പാപങ്ങളിൽ ശഠിച്ചു നിന്നു, തൗബ ചെയ്തില്ല. ഇവിടെ അസറ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാതിരിക്കുന്ന അവസ്ഥക്കാണ് പറയുന്നത്. ഖേദമില്ല, ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് ദുഃഖമില്ല, തൗബ ചെയ്യാൻ തയ്യാറില്ല. അങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചു അവർ. അങ്ങനെ വലിയ വലിയ പാപങ്ങളിൽ അവർ ഉറച്ചു നിന്നു. ഷിർക്കിൽ നിന്നോ ബിദഅത്തിൽ നിന്നോ ഖുറാഫാത്തിൽ നിന്നോ ഹറാമുകളിൽ നിന്നോ വിട്ടു നിൽക്കാൻ തയ്യാറില്ലാതെ അവരങ്ങനെ ജീവിച്ചു. വക്കാനു യഖൂലൂൻ, അവർ പറയുന്നുണ്ടായിരുന്നു. ഖാല യഖൂലു ഖൗലൻ വക്കാനു യഖൂലൂൻ അഇദാ മിത്ന മാത യമൂതു മൗതൻ മിത്തു വമിത്ന, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അഇദാ മിത്ന, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, വകുന്ന തുറാബൻ, അങ്ങനെ മണ്ണായി തീർന്നാൽ, വഇളാമൻ, എല്ലുമായി തീർന്നാൽ, അഇന്നാ ലമബ്ഊസൂൻ, ബഅസ യബഅസു ബഅസൻ, ബഅസ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക, വീണ്ടും എഴുന്നേൽപ്പിക്കുക. ബുഇസ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. മബ്ഊസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ. അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ. അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പൂർവികരായ പിതാക്കളും പണ്ടേ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് പോയി. ഇനി ആധുനികരാണെങ്കിൽ അവർ എല്ലായി തീർന്നു. എല്ലുള്ളവർ പോലും പിന്നീട് ആ എല്ലും നുരുമ്പിച്ച് മണ്ണായി. പിന്നെ ഇനി എവിടുന്ന് എങ്ങനെ വരാനാണ്? അതാണ് അവരുടെ ചോദ്യം. വക്കാനു യഖൂലൂന ഇദാ മിത്ന, ഞങ്ങൾ മരണപ്പെടുകയും, വകുന്ന തുറാബൻ വ ഇളാമൻ, മണ്ണും എല്ലുമായി തീരുകയും ചെയ്തതിന് ശേഷം, അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ. അവ ആബാഉനൽ അവ്വലൂൻ, പൂർവികരായ ഞങ്ങളുടെ പിതാക്കളും പണ്ടേ കഴിഞ്ഞുപോയവർ. ഖുൽ, നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തുടക്കക്കാരും പിന്നെ വന്നവരും സകല മനുഷ്യരും, ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും, അതാണ് ഇന്നൽ അവ്വലീൻ, ആദ്യമുള്ളവർ, വൽ ആഖിരീൻ ലമജ്മൂഊൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ജമഅ യജ്മഉ ജംഅൻ, ഒരുമിച്ച് കൂട്ടപ്പെടുക. ലമജ്മൂഊൻ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. എന്ന് ഇലാ മീഖാത്തി, ഒരു മീഖാത്ത്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിർണിതമായ സമയം, നിർണിതമായ സ്ഥലം, രണ്ടിനും മീഖാത്ത് എന്ന് പറയും. നമ്മൾ ഹജ്ജിന് ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്യാൻ മീഖാത്ത്, നിർണിതമായ സ്ഥലമാണ് അവിടെ ഉദ്ദേശം. സമയത്തിനും മീഖാത്ത് എന്ന് പറയും. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. മവാഖീത്ത്, മീഖാത്ത്, മവാഖീത്ത്, അത് സമയമാണ് ഉദ്ദേശം. അപ്പം സമയത്തിനും സ്ഥലത്തിനും മീഖാത്ത് എന്ന് പറയും. അപ്പോൾ ഇലാ മീഖാത്തി, ഒരു മീഖാത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിർണിതമായൊരു സമയത്ത്, നിർണിതമായൊരു സ്ഥലത്ത് അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടും. യൗമിൻ മാലൂം, അതറിയപ്പെട്ട ഒരു ദിവസമാണ്. വേദങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അറിയപ്പെട്ട ദിവസം, അതാണ് യൗമുൻ മാലൂം. മാലൂം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത്. അറിയപ്പെട്ട ഒരു ദിവസം ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാകുന്നു. അപ്പോൾ അന്ത്യനാളുണ്ട്, ഖിയാമത്ത് നാളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന്, നിങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ല.
നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചവനാരോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനാരോ, അവൻ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വ്യക്തമായ ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ സമർത്ഥനം നമുക്ക് കാണാൻ പറ്റുന്നത് സൂറത്തു അൽ ഹജ്ജിലാണ്. സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫി റൈബിൻ മിനൽ ബഅസ്, മനുഷ്യരെ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണായതിന് ശേഷം ഇനി ഞങ്ങളെ സൃഷ്ടിക്കുമെന്നാണ്. നിങ്ങൾ തുടങ്ങിയത് മണ്ണെന്നാണ്. മനുഷ്യനെ അള്ളാഹു സ്റ്റാർട്ട് ചെയ്ത് തന്നെ മണ്ണിൽ നിന്നാണേ. പിന്നെ മണ്ണായിട്ട് ഞങ്ങൾ വേറെ വരുമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ്? ഖലഖനാകും മിൻ തുറാബ്. പിന്നെ ഐദാ മിത്നാ വകുന്നാ തുറാബൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തുറാബ് എന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. തുറാബിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതാണ് തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ ആദം നബിയെ സൃഷ്ടിച്ച് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് എത്രത്തോളം ഇബ്ലീസ് വന്നിങ്ങനെ തട്ടി നോക്കിയെന്നാണ്. ശബ്ദമുണ്ട്. നമ്മൾ കലമൊക്കെ തട്ടി നോക്കിയാൽ ശബ്ദം ഉണ്ടാവില്ല. ശബ്ദം. പിന്നീട് ഫസവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, പിന്നെ അള്ളാഹു അവൻ്റെ പ്രത്യേകമായ ഒരു ആത്മാവിനെ ഊതിയപ്പോൾ മനുഷ്യനായി. പിന്നെ ആ ആദം നബിയുടെ നുത്ഫയിൽ നിന്നാണ് മറ്റു മക്കളെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ നോക്കൂ, ആ ചേഞ്ചസ് നോക്കൂ. അള്ളാഹു പറയാണ്, നുത്ഫയും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു നുത്ഫ, ഒരു മനുഷ്യൻ. പക്ഷേ ഈ നുത്ഫയെ അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനാക്കി ഗർഭാശയത്തിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? സൂറത്തുൽ ഹജ്ജിലെ ഈ ആയത്ത് നിങ്ങൾ പരിശോധിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോ ഘട്ടം അള്ളാഹു പറയാണ്, നുത്ഫയായി, സൈഗോട്ടായി, പിന്നെ എംബ്രിയോ ആയി, ഭ്രൂണമായി, അതിനുശേഷം നിങ്ങൾ ലക്ഷണമൊത്തൊരു കുഞ്ഞായി പുറത്തു വരുന്നു. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടിയായി, പിന്നെ എഴുന്നേറ്റ് നടന്ന്, പിന്നെ യുവാവായി, പിന്നെയും വൃദ്ധനായി, പിന്നെ മരിക്കുന്നു, പിന്നെ മണ്ണാവുന്നു. നോക്കൂ, ഇതൊക്കെ നിങ്ങളാണോ ചെയ്യുന്നത്? അല്ല, അള്ളാഹുവാണ്. പിന്നെ മണ്ണായിട്ട് എന്നെ ആര് എങ്ങനെ സൃഷ്ടിക്കുന്നു ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വ അന്ന സ്സാഅത ആതിയതു ലാ റൈബ ഫീഹ വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഖബറിലുള്ളവർ അള്ളാഹു എഴുന്നേൽപ്പിക്കും. ചാറ്റൽ മഴയിലൂടെ ഭൂമിയിൽ, ഉണങ്ങി വരേണ്ട ഭൂമിയിൽ നിന്ന്, ഒന്നും കാണാത്ത അവസ്ഥയിൽ നിന്ന് വിത്തിനെ മുളപ്പിക്കുന്നവൻ. മരം നശിച്ചു പോയിട്ടുണ്ടാവും. ഈ ആളുകൾ പറയുന്നത് പോലെ മണ്ണായാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഒരു ചെടി വെയിൽ വന്ന് ആദ്യം അത് ഉണ്ടായി വളർന്നു വന്ന് പിന്നെ വെയിലേറ്റ് ഉണങ്ങി നുരുമ്പിച്ച് മണ്ണിൽ പോയി. കർഷകൻ അതിനെ കൊത്തിയും കത്തിച്ചും കളഞ്ഞു. പറമ്പ് മൊത്തം കത്തിച്ച് കളഞ്ഞു, അല്ലേ? കത്തിക്കാറുണ്ട്. പറമ്പിൽ നിന്ന് പഴയതൊക്കെ ശേഖരിച്ച് കത്തിച്ച് കളഞ്ഞു. പിന്നെ മഴ പെയ്തപ്പോഴതാ എല്ലാവരും കൂടി അങ്ങോട്ട് മുളച്ച് പൊന്തിട്ട് പിന്നെ അത് വെട്ടി ഒഴിവാക്കാൻ വേറെ ആളെ വിളിക്കേണ്ടി വരികയാണ്. അത്രമാത്രം നിറഞ്ഞു. ഇത് എവിടുന്ന് വന്നു? ആരുണ്ടാക്കി? അതേപോലെ നിങ്ങളെ കൊണ്ടുവരുമെന്ന് അള്ളാഹു പറയുമ്പോൾ ഒരു മനുഷ്യനും അതിനെ, വിവേകമുള്ള ഒരു മനുഷ്യൻ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ മരണാനന്തര ജീവിതം സത്യമാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലൂടെ ഉൾക്കാഴ്ച ലഭിക്കുകയും ഈമാനിൽ വർധനവുണ്ടാവുകയും യഥാർത്ഥ വിശ്വാസികളായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.